ഇനി അടുത്തൊരു കേസിൽ നമ്മൾ സ്പാനിൻ്റെ മിഡ് പോയിന്റിലല്ലാതെ ഒരു പോയിന്റ് ലോഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സിംപ്ലി സപ്പോർട്ട ബീം തന്നെയാണ്, അതിൽ റോളർ സപ്പോർട്ടുണ്ട്, ഹിഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പാത്തായിട്ട് ഐ ക്യാൻ സേ ഇതൊരു 2L/3 ആണ്, ഇതൊരു L/3 ദൂരമാണ്. നേരെ L/2 ആയിരുന്നു, അല്ലെ മിഡ് പോയിന്റിലായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പോയിന്റ് ബി ആണ്, ഇത് പോയിന്റ് എ ആണ്. സോ ഡെഫിനറ്റ്ലി അവിടെ രണ്ട് റിയാക്ഷൻ വരും. RA എന്ന് പറയുന്നതും RB എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ തരുന്നത് നേരത്തെ പോലെ സിംഗിൾ പോയിന്റ് ലോണിൻ്റെ കേസായിരിക്കും വരിക. ഇവിടെ റിയാക്ഷൻ മാർക്ക് ചെയ്തുകൊണ്ട് ഒരു ഫിഗർ കൂടെ നിങ്ങൾ വരയ്ക്കണം. അതിനുശേഷം നിങ്ങൾ എഴുതുന്ന സ്റ്റെപ്പ് എന്താ? അപ്ലൈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അപ്ലൈ ഇവിടെ W ആണെന്ന് വിചാരിച്ചു. അപ്ലൈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സൈഡിൽ തന്നെ ഇതിങ്ങനെ എഴുതി പോവുകയും വേണം കേട്ടോ. ശരി, അപ്പോൾ വെർട്ടിക്കൽ ഡൗൺവേർഡായിട്ട് -W ഉണ്ട്, അപ്വേർഡായിട്ട് RAയും RB ഉണ്ട്. സോ RA + RB = 0. അപ്പോൾ നമുക്ക് എഴുതാം RA + RB = -W എന്നുള്ള അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് +W ആണ്. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഇക്വേഷൻ. സിഗ്മ മൊമെൻറ്റ് ഷുഡ് ബി = 0. ഇവിടെ എഴുതിക്കോണം സിഗ്മ ഫോഴ്സ് = 0 നിന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ, വെർട്ടിക്കൽ സോർ. മൊമെൻറ്റ് = 0 കേൾക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാം മൊമെൻ്റ് അപ്പോൾ ഡേ എടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ RA എന്ന് പറയുന്ന റിയാക്ഷൻ എവിടെ കൂടെ കടന്നു പോവുക? എയിലൂടെ കടന്നു പോവുക. അതുകൊണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, അയാളുടെ മൊമെൻറ്റ് 0. അതുകൊണ്ട് നമുക്ക് എഴുതാം RA × 0 അല്ലേ. അത് W എന്ന് പറയുന്നത് എത്ര ദൂരെയാണ്? 2L/3 ആണ്. സോ അയാൾ ഉണ്ടാക്കുന്ന മൊമെൻറ്റ് ക്ലോക്ക് വൈസാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നമുക്ക് എഴുതാം W × 2L/3. ഇനി ബിയിലേക്ക് എത്തുമ്പോൾ RB ഉണ്ട്, അത് L ദൂരത്താണ് അല്ലേ, L ഡിസ്റ്റൻസിലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അയാളുടെ മൊമെൻറ്റ് എങ്ങനെ തിരിച്ചാണ് ആക്ട് ചെയ്യുക അല്ലേ, തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കാം. -RB × L എടുക്കുകയാണ് = 0. അങ്ങനെയാണെങ്കിൽ RB × L = നമുക്ക് എന്ത് എഴുതാം? 2WL/3 കിട്ടും. അപ്പോൾ L ക്യാൻസൽ ചെയ്യാൻ RBയുടെ വാല്യൂ എന്ന് പറയുന്നത് 2W/3 കിട്ടും. ക്ലിയർ? അപ്പോൾ നമുക്ക് എഴുതാം ഫ്രം വൺ നമുക്കറിയാവുന്നത് RA + RB. RBയുടെ വാല്യൂ നമുക്ക് എന്ത് എഴുതാം? 2W/3 ആണ്, W. അപ്പോൾ RA = നമുക്ക് എന്ത് ചെയ്താൽ W - 2W/3 എടുക്കാം. സോ W/3. അപ്പോൾ RA RBയും കിട്ടി. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ലോഡ് ഏത് സപ്പോർട്ടിന് അടുത്താണോ അവിടെ കൂടുതൽ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ലോഡ് അടുത്തടുത്ത് പോകുന്നതനുസരിച്ച് ലോഡ്